ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ടി വി എസ് ഷോറൂമിലാണ്. നമ്മൾ നേരത്തെ ടി വി എസിൻ്റെ സ്കൂട്ടർ സെഗ്മെൻ്റ് ആയിരുന്നു ഷോറൂം വിസിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കിന്ന് ബൈക്ക് സെക്ഷനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പ്രീമിയം സെക്ഷനും അതുപോലെ കമ്പ്യൂട്ടർ ബൈക്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രീമിയം ബൈക്സിൽ തന്നെ തുടങ്ങാം. സോ ഗൈസ്, ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം RR310 ആണ്. സോ ഏറ്റവും പ്രീമിയം ബൈക്ക് ടി വി എസിൻ്റെ RR310 ആണ്. സൂപ്പർ ബൈക്ക് സെക്ഷനിലാണ് നമുക്ക് RR310 വരുന്നത്. സോ ഇതിന് ആക്ച്വലി നമുക്ക് രണ്ട് വേരിയൻസ് ആണ് വരുന്നത്. സോ ഒന്ന് ഫുൾ ഓപ്ഷൻ, അതായത് ഈ നിങ്ങൾ കാണുന്ന ഇതിനെ വിളിക്കുന്ന ബോംബർ ഗ്രേ എന്നാണ്. പിന്നെ രണ്ടാമത്തെ വേരിയൻ്റായി വരുന്നത് ഒരു റെഡ് കളറാണ്, റെഡ് കളർ. സോ അതിന് തന്നെ നമുക്ക് വിതൗട്ട് ക്വിക്ക് ഷിഫ്റ്ററും അതുപോലെ വിത്ത് ക്വിക്ക് ഷിഫ്റ്ററും ഇങ്ങനെ രണ്ട് മോഡലായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് ക്വിക്ക് ഷിഫ്റ്ററുള്ള മോഡലാണ്, ഫുൾ ഓപ്ഷൻ. സോ ഇതിന് നമുക്ക് ക്രൂയിസ് കൺട്രോളും അതുപോലെ TFT ഡിസ്പ്ലേയും എല്ലാം വരുന്നുണ്ട്. ഇങ്ങനെയാണ് TFT ഡിസ്പ്ലേ വരുന്നത്. 17 ഇഞ്ചിൻ്റെ ടയേഴ്സും അതുപോലെ LED DRLസും പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സും വരുന്നുണ്ട്. സോ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ വിത്തൗട്ട് ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് 3.53 ഓൺ റോഡ് ഇറക്കാൻ പറ്റും. പിന്നെ റെഡ് കളർ ആയിട്ടാണ്, റെഡ് കളറിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 3.8 ലാക്ക് ആണ്. അതുപോലെ റെഡ് കളറിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ 3.74 ലാക്സിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഫുൾ ഓപ്ഷനാണ് 3.8 ലാക്കും. തൊട്ട് താഴെ നമുക്ക് റെഡ് കളറായിട്ട് വരുന്ന മോഡലിന് 3.74 ലാക്സ് ഉണ്ട്. ഏറ്റവും ബേസ് മോഡലിന് 3.53 ലാക്സ്. സോ നമുക്ക് വണ്ടിക്ക് വരുന്നത് 34 PS പവറാണ് വണ്ടിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 27 Nm ടോർക്കും വെലക്സിസ് സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇത് 11 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റിയാണ് വണ്ടിക്ക് വരുന്നത്. മാക്സിമം സ്പീഡൊക്കെ ഒരു 160 കിലോമീറ്റർ വരെയൊക്കെ പോകാൻ പറ്റും. ഫ്രണ്ട് സസ്പെൻഷൻ ഇൻവേർട്ടർ കാറ്ററിജ് ആണ് വരുന്നത്, ഗോൾഡൻ സ്പോക്സ് ആണ്. അതുപോലെ നമുക്ക് റയർ സസ്പെൻഷൻ ടെലിസ്കോപ്പിക് സ്പോക്കാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. ഇതാണ് അടുത്ത മോഡൽ വണ്ടി വരുന്നത്. സോ ഇത് RTR310 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ഇതിനും അത് ആക്ച്വലി നമുക്ക് കുറച്ച് വേരിയൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ മോഡലാണ്. ഇപ്പോൾ വിത്തൗട്ട് ക്വിക്ക് ഷിഫ്റ്റർ ആണെങ്കിൽ ഓൺ റോഡ് 3.06 ലാക്സിന് ഇറക്കാൻ പറ്റും. ആക്ച്വലി അതിന് പല കളർ വേരിയൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. ആർസനിക് ബ്ലാക്ക് എന്നാണ് ബേസ് മോഡലിനെ വിളിക്കുന്നത്. രണ്ടാമത്തെ മോഡലിനെ വിളിക്കുന്നതാണ് നമുക്ക് രണ്ടാമത്തെ കളർ വേരിയൻ്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്ന ഫ്യൂറി യെല്ലോ എന്ന് പറയുന്നത്. ഈ മോഡലിന് വരുമ്പം നമുക്ക് ഇത് ബേസിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ നമുക്ക് ഡൈനാമിക് എന്ന് പറഞ്ഞൊരു മോഡലും കൂടെ ഉണ്ട്. ഡൈനാമിക് കിറ്റ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് വരുന്നത്. അപ്പം ഈ മോഡലിലാണെങ്കിൽ അത്യാവശ്യം നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് മോഡലിലൊക്കെ ആണെങ്കിൽ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാവുന്ന ഒരു കീയും കാര്യങ്ങളും വരുന്നുണ്ട്. ഡിസ്പ്ലേ ഒക്കെ ഇങ്ങനെ വരും. മോഡ് സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺസ് ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. TFT ഡിസ്പ്ലേ തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ട് ലുക്ക് ഇങ്ങനെ വരും DRLോടെ കൂടി. പിന്നെ ഫിയറി റെഡ് എന്ന് പറഞ്ഞൊരു കളർ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ബ്ലൂ കളർ ഓപ്ഷൻ വരുന്നുണ്ട്. ബ്ലൂ ആണ് ഏറ്റവും ടോപ്പ് മോഡൽ വണ്ടിക്ക് വരുന്നത്. സോ ഡൈനാമിക് കിറ്റ് ആഡ് ചെയ്യാതെ അല്ലാതെ തന്നെ നമുക്ക് ബ്ലൂ മോഡലിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡൈനാമിക് കിറ്റ് ആഡ് ചെയ്തിട്ട് ബ്ലൂ മോഡലിന് നമുക്ക് ഫുൾ ഓപ്ഷൻ 3.67 ലാക്സിനാണ് നമുക്ക് ഫുൾ ഓപ്ഷൻ വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ബ്ലാക്ക് കളറിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ 3.49 ലാക്സിന് ഓൺ റോഡ് ഇറക്കാൻ പറ്റും, ഡൈനാമിക് കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. വിത്തൗട്ട് ഡൈനാമിക് കിറ്റ് ആണെങ്കിൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്ററോടെ ഉള്ള വണ്ടി ഈ മോഡലിന് 3.27 ലാക്സിന് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളറിന് വണ്ടിയുടെ വില 3.27 ലാക്സ് ആണ്. അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 3.06 ലാക്സിന് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി ഇവിടെ കാണുന്നത് റോണിനാണ്. റോണിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താണ് TVSന്റെ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് കൂടിയ വണ്ടിയിൽ നിന്നും കുറഞ്ഞ വണ്ടിയുടെ ഏകദേശം നടുക്ക് നിൽക്കുന്ന ഒരു മോഡൽ, അത്യാവശ്യം നല്ല ലുക്കും അതുപോലെ പ്രൈസും ഏകദേശം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്നൊരു വണ്ടിയാണ്, സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതാണെങ്കിൽ വണ്ടിയുടെ എൻജിൻ വരുമ്പം 225cc ഒരു
ഓയിൽ കൂൾഡ് 4-stroke 4-valve SOHC 1-cylinder എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ ഇപ്പം ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് അല്ല നിങ്ങളിപ്പോൾ കാണുന്ന തൊട്ട് താഴത്തെ വേരിയൻ്റ് ആണ്. മിഡ് വേരിയൻ്റ് നമുക്ക് വേണം പറയാം. ഇതിന് ആക്ച്വലി വണ്ടിക്ക് വരുന്നത് 3 മോഡലായിട്ടാണ്. ബേസ് വരുന്നുണ്ട്, മിഡ് വരുന്നുണ്ട്, ടോപ്പ് വരുന്നുണ്ട്. ബേസ് ആണെങ്കിൽ അതിന് 2 കളർ ഓപ്ഷൻ വരുന്നുണ്ട്. ബ്ലാക്ക് ഇതുപോലെ റെഡും വരുന്നുണ്ട്. ലൈറ്റ്നിങ് ബ്ലാക്ക് ആൻഡ് മാഗ്മ റെഡ്. ലൈറ്റ്നിങ് ബ്ലാക്ക് ആണെങ്കിൽ 1.72 lakhs ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന മോഡലിൻ്റെ പേര് ചാർക്കോൾ എംബർ എന്നാണ്. ചാർക്കോൾ എംബർ. പിന്നെ മറ്റൊരു മോഡലും കൂടെ ഉണ്ട്, ഗ്ലേസിയർ സിൽവർ എന്ന് പറഞ്ഞൊരു കളർ ഓപ്ഷനും കൂടെ. പിന്നെ അതാണ് മിഡിൽ വരുന്നത്. പിന്നെ ടോപ്പ് മോഡലിൽ വരുന്നത് നിംബസ് ഗ്രേയും അതുപോലെ മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞ 2 കളർ ഓപ്ഷനാണ് ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത്. സോ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം കൂടുതൽ നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ തന്നെ കിട്ടുന്നതാണ്. കൂടാതെ ഇവിടെ റൈഡ് മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഫ്രണ്ട് ലുക്കിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ടി ഷേപ്പിലുള്ള ഒരു LED DRLs നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. 41 mm ഒരു USD ഗോൾഡൻ കവറിങ്സ് ഉള്ള ഒരു സസ്പെൻഷൻ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. നമുക്ക് റെയറിൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് സസ്പെൻഷനാണ് ബാക്കിൽ കിട്ടുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ബാക്ക് ഡിസൈൻസ് ഒക്കെ വരുന്നത്. ഈ കളറിലെ ഒരു ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് സൈഡിൽ കാണാം. LED ആയിട്ട് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ടോപ്പ് മോഡലും അതുപോലെ ബേസ് മോഡലും ജസ്റ്റ് ഒന്ന് കാണാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ബേസ് മോഡൽ വരുന്നത്. ഇത് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ബേസ് മോഡൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സോ ഇതിന് വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ആ ഒരു ഗോൾഡൻ USD ഒക്കെ മാറി ബ്ലാക്ക് കളർ തന്നെയായി. പക്ഷേ ഡയമീറ്ററിൽ വ്യത്യാസം വരുന്നില്ല. 41 mm തന്നെയാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് വരുന്നത്. ഫുൾ ഓപ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു മൊബൈൽ ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് വണ്ടിക്ക് വരുന്നത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഒരു സിമ്പൽ കാണാം. ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഡിസ്പ്ലേയിൽ. എന്നാൽ നമ്മൾ ബാക്കിയുള്ള ബേസ് മോഡലിലൊക്കെ ആണെങ്കിൽ നമുക്കത് കിട്ടുന്നില്ല. പിന്നെ ഈ കളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിംബസ് ഗ്രേ എന്നാണ് ഈ കളറിൻ്റെ പേര്. ഇതിൻ്റെ തൊട്ട് അടുത്ത് വേറൊരു കളർ എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂ. ബാക്കി നമുക്ക് ഡിസ്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അലോയ്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ടോപ്പ് മോഡലും ബേസ് മോഡലും തമ്മിൽ. നമുക്ക് ബ്ലാക്ക് കളറിൽ ഉള്ള ബേസ് മോഡലിലാണെങ്കിൽ ഉള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വിൻഷീൽഡ് വരുന്നില്ല. ഫ്രണ്ടിൽ വിൻഷീൽഡ് വന്നിട്ട് ഈ ടോപ്പ് മോഡലിന് വരുന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് നമുക്ക് സെയിം തന്നെയാണ്. റൈഡർ 125 ഇതാണ് നമ്മൾ അടുത്ത മോഡൽ. റൈഡർ 125 ഈ വണ്ടിക്ക് ശരിക്കും ആക്ച്വലി നമുക്ക് കുറേ വേരിയൻസ് വരുന്നുണ്ട്. സോ ബേസ് മോഡലായിട്ട് നമുക്ക് പറയാവുന്നത് ഡ്രം വേരിയൻ്റ് ആണ് ബേസ് മോഡൽ. അതിന് 1,18,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. രണ്ടാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് സിംഗിൾ സീറ്റ് ഡിസ്ക് വേരിയൻ്റ് ആണ്. സിംഗിൾ സീറ്റ് ഡിസ്ക് 1.2 lakhs ആണ് ഓൺ റോഡ് വരുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തേർഡ് വേരിയൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഡബിൾ സീറ്റുള്ള മോഡലാണ്. അതുപോലെ നമുക്ക് LCD ഡിസ്പ്ലേ വരുന്നൊരു മോഡലാണ്. ഇതാണ് നമുക്ക് തേർഡ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. ഇതിന് 1.25 lakhs ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് സൂപ്പർ സ്ക്വാഡ് എഡീഷൻ എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നത് ഗ്രാഫിക്സ് ഒക്കെ ആയിട്ട്. അതിന് 1.26 lakhs ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഇതിൻ്റെ ടോപ്പ് മോഡൽ ഒരു TFT ഡിസ്പ്ലേ വരുന്ന ഒരു മോഡൽ വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് 1.27 lakhs ആണ്. ഇതിൻ്റെ ഇഗ്നീഷൻ ഒന്ന് ഓൺ ആക്കി നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. LCD ഡിസ്പ്ലേ തന്നെയാണ്, എന്നാലും അത്യാവശ്യം കളർഫുൾ ഡിസ്പ്ലേ ആണ്. ഒരു DRL സിഗ്നേച്ചർ DRL നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ 124cc എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. ഡിജിറ്റൽ സ്പീഡോമീറ്റേഴ്സ്, അത്യാവശ്യം എല്ലാ RPM കാര്യങ്ങളൊക്കെ ഡിജിറ്റലി നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്പോർട്ട് യൂട്ടിലിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. നമുക്ക് 3 വാൽവ് എഞ്ചിനാണ്. 8.3 PS പവറും 11 Nm ടോർക്കുമാണ് വരുന്നത്. 5 സ്പീഡാണ് വണ്ടിക്ക് ഗിയർ ബോക്സ് വരുന്നത്. അതുപോലെ ഡിസ്ക് 240 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 10 ലിറ്ററിൻ്റെ ഒരു ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത്.
റയറിൽ നമുക്ക് മോണോഷോക്ക് ഗ്യാസ് ചാർജ്ഡ് സസ്പെൻഷനും കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ എൽ ഇ ഡി ടെയിൽ ലാംപ്സും വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇതിനെ കമ്പനി ഈ ഒരു ഡി ആറിനെ വിളിക്കുന്ന ആനിമലിസ്റ്റിക് LED DR എന്നാണ്. പിന്നെ നമുക്കിവിടെ ഒരു പാസ് സ്വിച്ച് കാണാം. ബാക്കി അത്യാവശ്യം ഇവിടെ നമുക്കൊരു മൊബൈൽ ചാർജിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റി കാണുന്നുണ്ട്. RTR 164V. സോ ഈ മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത് ആക്ച്വലി ഈ വണ്ടിയുടെ ബേസ് മോഡലിന് പ്രൈസ് വരുന്നത് ഡിസ്ക് 1.63 lakhs ആണ് ബേസ് മോഡലിന് വരുന്നത്. അതിന് തൊട്ട് കൂടിയ മോഡൽ ഡിസ്ക് വിത്ത് ബ്ലൂടൂത്ത് വേരിയൻറ്റിന് വരുന്നത് 1.67 lakhs ആണ്. പിന്നെ നമുക്ക് അടുത്ത മോഡൽ വരുന്നത് സ്പെഷ്യൽ എഡീഷൻ ആണ്. ഇതിന് 1.7 lakhs വരും. പിന്നെ നമുക്ക് ഡുവൽ ചാനൽ ABS വണ്ടിക്ക് വരുന്നത് 1.75 lakhs ആണ് ഫുൾ ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. 1.75 lakhs ആണ് ഇതിന് ഓൺ റോഡ് വരുന്ന വില. സോ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ വണ്ടിയുടെ എഞ്ചിൻ വരുന്നത് 160cc ഒരു എഞ്ചിനാണ്. 4-stroke ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. 17.5 PS പവറും 14.7 Nm ഒരു ടോർക്കും വണ്ടിക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ USD അപ്സൈഡ് ഡൗൺ ഫോക്സൺ ആണ്. 37 mm ഡയമീറ്റർ ഉള്ള ഒരു ഫ്രണ്ട് സസ്പെൻഷനും റെയർ മോണോഷോക്ക് സസ്പെൻഷനും ആണ് വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് 270 mm ഒരു ഡിസ്കാണ് വരുന്നത്. റെയറിൽ 240 mm ഡിസ്കും. മാക്സിമം സ്പീഡ് ഒരു 114 km ഒക്കെ മാക്സിമം സ്പീഡ് കിട്ടും. ഇതിപ്പോൾ സ്മാർട്ട് എക്സ് കണക്ട് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റ് ആണ്. ഫുൾ ഓപ്ഷന് തൊട്ട് താഴത്തെ വേരിയൻ്റ്. സോ ഇതിന് വരുന്നത് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ക്ലച്ചും അതുപോലെ ബ്രേക്കും വരുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത് ഡുവൽ ചാനൽ ABS ആണ് വണ്ടിക്ക് വരുന്നത്. അപ്പുറം നമ്മൾ ബാക്കിൽ കാണുന്നത് ഇപ്പോൾ ഒരു ബ്ലൂ കളർ വേരിയൻ്റ് ഇവിടെ ബാക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ സിംഗിൾ ചാനൽ ABS ആണ് വണ്ടിക്ക് വരുന്നത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്സോ ക്ലച്ചും അല്ല ഈ മോഡലിന് വരുന്നത്. ഇനി നമുക്ക് RTR 204V ജസ്റ്റ് നോക്കാം. RTR 204V. സോ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.92 lakhs ആണ് നമുക്ക് ഓൺ റോഡ് ഈ വണ്ടിക്ക് വരുന്നത്. ഷോറൂം പ്രൈസ് 1.55 lakhs ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സും ബ്ലൂടൂത്ത് ഡിസ്പ്ലേ തന്നെയാണ്. RPM മീറ്റേഴ്സ് എല്ലാം നമുക്ക് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. TSF ഒന്നും അല്ല. ബാക്കി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞു. നമുക്ക് LED DRLs വണ്ടിക്ക് വരുന്നുണ്ട്. ഏകദേശം സിമിലർ ലുക്ക് തന്നെയാണ്. 160ഉം 200ഉം തമ്മിൽ സിമിലർ ലുക്സാണ്. ഏകദേശം കളറിലുണ്ടാകുന്ന ഒരു ചെറിയ ചേഞ്ച് മാത്രം. പിന്നെ അതുപോലെ സീറ്റിൻ്റെ കോൺഫിഗറേഷനിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. സീറ്റ് നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഡ്യുവൽ സീറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഉയർന്നു തന്നെയാണ് ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഗ്രാഫിക്സ് ഉണ്ടാകുന്ന RTRൻ്റെ ഒരു സിമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. താഴെയും ഇതിലുള്ള ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് നമുക്ക് 20 PS പവർ വരുന്നുണ്ട്. 20.8 PS പവറും 16.5 Nm ടോർക്കും അതുപോലെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഒരു 12 ലിറ്ററൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു LED ഹെഡ് ലാംപ്സിനെ ഇവർ വിളിക്കുന്ന പേര് ക്രോസ് സ്റ്റൈൽ LED ഹെഡ് ലാംപ്സ് എന്നാണ്. ഡുവൽ ചാനൽ ABS ഉണ്ട്. റെയർ വീൽ ലിഫ്റ്റ് ഓഫ് പ്രൊട്ടക്ഷനും നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഫ്രണ്ട് ഡിസ്ക് വരുന്നത് 270 mm ഒരു ഫ്രണ്ട് ഡിസ്കും ആണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. റേഡിയോൺ 110 ഇപ്പോൾ പ്രസൻ്റ്ലി വണ്ടി ഇവിടെ ഡിസ്പ്ലേക്കില്ല, എന്നാലും വണ്ടി സ്റ്റോക്ക് ഉണ്ട്. സോ നമുക്ക് വണ്ടിയുടെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് എഡീഷൻ ഉണ്ട്. വണ്ടിയുടെ ബേസ് മോഡൽ 99.5 lakhs നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. അപ്പോൾ അതിന് തൊട്ട് കൂടിയ മോഡൽ ഡ്രം മോഡലാണ്. 1.01 lakhs നമുക്ക് ഇറക്കാൻ പറ്റും. പിന്നെ ഡാം വിത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നതിന് 1.04 lakhs ടോപ്പ് മോഡൽ ഡിസ്ക് വിത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേക്ക് വരുന്നത് 1.09 lakhs ആണ്.
അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഇതാണ് ടി വി എസ് സ്പോർട്ട് വണ്ടി വരുന്നത്. ആക്ച്വലി 2 വേരിയൻസ് ആണ് വരുന്നത്. സോ അതിൻ്റെ വേരിയൻസ് വരുന്നത് ഈ മോഡലിൻ്റെ പേരാണ് ES എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഇതാണ് ബേസ് മോഡൽ. നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അനലോഗ് ഡിസ്പ്ലേ. ഇത് ഫുള്ളി ബ്ലാക്ക് കളറാണ് വണ്ടി വരുന്നത്. നമുക്ക് ഗ്രാഫിക്സ് ഉള്ള മറ്റൊരു മോഡലുണ്ട്, അതിൻ്റെ പേരാണ് റിഫ്രഷ് എന്ന്. അങ്ങനെ 2 മോഡൽസാണ് വണ്ടിക്ക് വരുന്നത്, റിഫ്രഷും അതുപോലെ ESഉം. അപ്പോൾ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ റിഫ്രഷ് 89,800 ആണ് ഓൺ റോഡ് വരുന്നത്. ESൻ്റെ പ്രൈസ്, അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മോഡലിൻ്റെ പ്രൈസാണ് 88,000. അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസ്, ഇപ്പം നിങ്ങൾക്ക് പ്രൈസ് നല്ല കുറവാണ്, നിങ്ങൾക്ക് ബഡ്ജറ്റ് നല്ല കുറവാണ് വണ്ടിക്ക്, അപ്പം ഒരു അത്യാവശ്യമായിട്ട് വേണം നമുക്ക്, അതുപോലെ നല്ല മൈലേജ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെങ്കിൽ TVS സ്പോർട്ടർ നല്ല ഓപ്ഷനാണ്. 110cc വരുന്നൊരു വണ്ടിയാണ്, അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു മോഡലാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിലോ അല്ലെങ്കിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമെങ്കിലോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ഷോറൂമിൽ വന്ന്, ഞാൻ പ്രസൻ്റ് കോട്ടയം TVS ആണ്, നമുക്ക് സെയിൽസിൻ്റെ എല്ലാ കാര്യങ്ങളും സർവീസും എല്ലാം നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. സോ കോട്ടയം TVSൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതി. സോ എൻ്റെ ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ